വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ലഹരിക്കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി NCB. എയർ പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്തും വർദ്ധിച്ചിരുന്നു. ഇടപാടുകൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന ഡാർക്ക് വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ലഹരിക്കടത്ത്. എക്സൈസ് പിടികൂടിയ കേസുകളിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്കാണ് NCB അന്വേഷണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാലൊപ്പം ചേരുന്നു. സുധീഷ്, ഈ ലഹരി ഒരു വലിയ വിഷയമായി മാറിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ലഹരി കൊലകൾ, ലഹരിക്ക് പിന്നാലെയുള്ള പാച്ചിൽ, അതിൽ പിടിയിലാകുന്നവർ, അവരുടെ പെരുമാറ്റങ്ങൾ ഒക്കെയും ചർച്ചയാകുന്നുണ്ട്, പേടിപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന ലഹരിയുടെ ഉറവിടം തേടുകയാണ്. അത് കേരളത്തിനകത്തുള്ളതല്ല, ഇന്ത്യക്കകത്തുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലഹരിയുടെ വഴികൾ തേടിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്, അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. മുൻപും വിദേശത്തു നിന്നും വിദേശികൾ വിമാനത്താവളം വഴി ഇത്തരത്തിൽ രാസലഹരികൾ കടത്തിയിരുന്നു. അത്തരത്തിൽ നിരവധി വിദേശികൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പിടിക്കപ്പെടുകയും ഇവരിലുള്ള നിരീക്ഷണങ്ങളെല്ലാം ശക്തമാവുകയും ചെയ്തു. ഇത്തരത്തിൽ എയർ ട്രാൻസ്ഫർ അത്തരത്തിൽ വിദേശത്തു നിന്നും എത്തിക്കുക, അത് വ്യാജ മേൽവിലാസം നൽകിക്കൊണ്ടാണ് ഇത് എത്തുന്നത്. അത്തരത്തിൽ ഒരു വ്യാജ മേൽവിലാസം നൽകി അവിടേക്ക് ഇത് എത്തിക്കുന്നു, അവിടെ നിന്നും ഇത് കളക്ട് ചെയ്യുന്നു. എന്നാൽ ആരാണ് അയച്ചതെന്നോ ഇതിൻ്റെ പിന്നിലാരെന്നോ വ്യക്തമല്ലാത്ത ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 4 പേരാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ പിടിയിലാവുന്നത്. ഈ രീതിയിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഉറവിടം തേടി NCB അന്വേഷണം ശക്തമാക്കുന്നത്. അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം തേടിക്കൊണ്ട് ഇവരുടെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ NCB നടത്തുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ജർമ്മനി, അതോടൊപ്പം തന്നെ നെതർലൻഡ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നതെന്നാണ് വ്യക്തമാവുന്നത്. എന്നാൽ ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിൽ മലയാളികളും ഇതിൻ്റെ കണ്ണികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഡാർക്ക് വെബ് വഴിയാണ് ഏറ്റവും കൂടുതലും ഇത്തരത്തിൽ ഉള്ള ഇടപാടുകൾ നടത്തുന്നത്. ആ രീതിയിൽ നടത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലും രാസലഹരിയും അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമാണ് എത്തുന്നതെന്നാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തിരുവനന്തപുരം സ്വദേശിയും മലബാർ സ്വദേശിയും ഈ രീതിയിൽ സമാന രീതിയിൽ എന്നാൽ വ്യത്യസ്ത മേൽവിലാസം വഴി വ്യത്യസ്ത ഡാർക്ക് വെബ് വഴി ഇത്തരത്തിൽ രാസലഹരി കൊച്ചിയിലേക്ക് എത്തിച്ചു എന്നതും കണ്ടെത്തിയിരുന്നു. ഈ രീതിയിൽ ഉള്ള കേസുകൾ വ്യാപകമാവുമ്പോഴാണ് അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയുള്ള അന്വേഷണം ശക്തമാക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഭീഷണിയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും കൃഷ്ണരാജ്.